അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ഇജ്അൽ ഹുബ്ബക അഹബ്ബ മിൻ നഫ്സി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജ്അലുൽ ഹസന ഇദാ ശിഅത സഹ്ല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അപ്പം അങ്ങനെ നമ്മുടെ സ്നേഹം നിറഞ്ഞ മുന്താസ്ത നമുക്ക് ഇൽമ പകർന്നു തരുന്ന നമ്മളെല്ലാ ഗുരുനാഥന്മാർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹവും രക്ഷയും ഉണ്ടാവട്ടെ. നമ്മളെ ഇതിന് പ്രാപ്തിയാക്കിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നാഥൻ തക്കതായ പ്രതിഫലം തരട്ടെ. അപ്പൊ അങ്ങനെ പ്രിയ സഹോദരിമാരെ, അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ ബക്കറ തുടർന്ന് പോവുകയാണ്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ മാസമായി റമദാനിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മളെ ഇതിൽ ഈ ഒരു ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മമായിട്ട് സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഫാത്തിഹ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ബക്കറിന്റെ 1ഉം 2ഉം ആയത്തുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ബക്കറ എന്ന ഈ സൂറത്തിന്റെ ഈ അലിഫ് ലാം മീം എന്ന ഹുറൂഫുൽ മുഖത്ത അത് എന്താണെന്നും അതിനുശേഷം വന്ന ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ഇത് ഈ ഗ്രന്ഥം ഇതിൽ സംശയമേ ഇല്ല. പിന്നെ ഇത് എന്താണ്? ഹുദല്ലിൽ മുത്തഖീൻ, ഇത് ഹിദായത്ത് നൽകണ മുത്തഖീങ്ങൾക്ക് ഹിദായത്താണ്, ഹുദയാണ് എന്നൊക്കെയാണ് ഇതുവരെ നമ്മൾ കണ്ടത്. അപ്പൊ ഈ ബക്കറ സൂറത്ത് ഏതൊരവസ്ഥയിലും വിടാതെ നമ്മൾ മുറുകെ പിടിക്കണം. ഇത് പാരായണം ചെയ്യുന്നിടത്ത് ഇബിലീസിന് സ്ഥാനമല്ല. ബക്കറ സൂറത്ത് ഇബിലീസിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ബക്കറ എന്നും നമ്മൾ വീടുകളിൽ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഴുവനായിട്ടും നമുക്ക് കഴിയണില്ല എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ദിവസം നമ്മൾ വീടുകളിൽ പിന്നെ പാരായണം ചെയ്യണം. ഇനി ഷെയർ ചെയ്ത് കണ്ട് നമ്മൾ വീടുകളിലുള്ളവർ ഷെയർ ചെയ്ത് കണ്ട് ഓതിയാലും ഇത് ഡെയിലി റുട്ടീനായിട്ട് അവസാനം വരെ നമ്മളെ എത്ര കുറച്ചാണ് ഇത് ജീവിതത്തിൽ നമ്മൾ പിന്നെ പകർത്തണം. ഇബ്ലീസിന്റെ അറ്റാക്ക് നല്ലോണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ആ ഒരു ഓർമ്മ നമ്മളെപ്പോഴും അത് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ ബക്കറ സൂറത്ത് ഓതുന്നിടത്ത് ഇബ്ലീസിന് അവിടെ ഒരു സ്ഥാനമില്ല. ഇബ്ലീസ് അവിടുന്ന് ഓടി പോകുന്നൊക്കെയാണ്. നാളെ സല്ലല്ലാഹു ഒരു ഹദീസ് നമ്മൾ കേട്ടതാണ്. നാളെ പരലോകത്ത് ആരും സാക്ഷിയില്ലാതെ നിൽക്കുന്ന സമയത്ത് ഖുർആൻ നമുക്ക് സാക്ഷിയായിട്ട് വരും, അതിനെ മുറുകെ പിടിച്ചവർക്ക്. അതിൽ തന്നെ ബക്കറയും ആലിമ്രാനും നമുക്ക് തണലായിട്ട് വരുന്നൊക്കെയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരുപാട് മഹത്വമേറിയ സൂറത്താണിത് ബക്കറ. ഇബ്ലീസിന്റെ ചതിക്കുഴിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു കാര്യം അതാണ്. അപ്പൊ ബക്കറയിലെ ആദ്യത്തെ 2 ആയത്തുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദാലിക്ക എന്തുകൊണ്ട് അവിടെ വന്നു എന്നും കിതാബ് അവിടെ എന്തുകൊണ്ടാണ് എഴുതപ്പെട്ടത് എന്നും ലാ റൈബ ഫീ എന്തുകൊണ്ടാണ് ഇതിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞത് എന്നൊക്കെ നമ്മൾ ഇതിന്റെ മുന്നേ കണ്ടു അല്ലേ. അതായത് ഏതൊരു ബുക്കും എഴുതപ്പെടുമ്പോ ഇതിലൊരു തെറ്റുമില്ല എന്ന് പറയാൻ സാധ്യമല്ല. എന്റെ ബുക്കിലൊരു തെറ്റുമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്കും സാധിക്കൂല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഒരു ബുക്ക് വാങ്ങുമ്പോൾ അതിന്റെ എഡിഷനായിട്ട് ചോദിക്കൂലേ, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നൊക്കെ. അങ്ങനെ മാറ്റി തിരുത്തിയായിരിക്കും ഏതൊരു ബുക്കും ഉണ്ടാവുക. അഹികമായ സെൻസിൽ ഏതൊരു ഓർഡർ എഴുതിയ ഏതൊരു ബുക്കും കംപ്ലീറ്റ് കറക്റ്റ് ആണ്, ഇതിലൊരു തെറ്റും ഉണ്ടാവില്ല എന്നങ്ങോട്ട് ഉറപ്പിച്ച് പറയാന് ആർക്കും സാധിക്കൂല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ഈ ഗ്രന്ഥത്തിനകത്ത് യാതൊരു സംശയമില്ല, അതിൽ സംശയിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് നിങ്ങൾ എത്ര റിസർച്ച് നടത്തിയാലും ഇതിൽ നിങ്ങളൊരു തെറ്റും കാണൂല. അതിൽ അങ്ങനെ തെറ്റില്ല. ഇത് 100% ഉറപ്പാണ്. എന്താണ് അതിന്റെ കാരണം? ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് വന്ന അള്ളാഹുവിന്റെ കിതാബാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സംശയിക്കാൻ ഒരു വകയില്ല. ലാ റൈബ ഫീ, സംശയമേ ഇല്ല, സംശയത്തിന്റെ ഒരു ചിന്ത പോലും ഇല്ല. 100% സത്യാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇത് പറയാൻ കാരണം അള്ളാഹുവിന്റെ
അള്ളാഹുവിന്റെ അടുത്തുനിന്ന് അതിൽ സംശയം വേണ്ട, അത് അള്ളാഹുവിന്റെ അടുത്തുനിന്നാണ്, അടിമകളെ അടുത്തുനിന്നല്ല, അത് ഉടമന്റേതാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇതിന്റെ ഒരു പിന്നെ കണ്ടീഷനായിട്ട് വരുന്നത് അള്ളാഹു പറയുന്നത് ഹുദല്ലിൽ മുത്തഖീൻ, ഇത് ആർക്കുള്ള ഹിദായത്താണ്? ആ മുത്തഖീങ്ങൾക്കുള്ള ഹിദായത്താണ്, തെക്കുവ ഉള്ളവർക്കാണ്. എന്താണ് തെക്കുവ എന്ന് പറഞ്ഞാല്? അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ അനുസരിക്കുക, ബോധത്തോടെ, ഒരു അലേർട്ടായിട്ടുള്ള മനസ്സായിട്ട്. അള്ളാഹു എന്ത് കൽപ്പിച്ചോ അതനുസരിക്കുക, എന്ത് വിരോധിച്ചോ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അതിനൊരു റെഡിനൻസ് ഉള്ള ഒരു മനസ്സായിട്ട് അതാണ് തെക്കുവ. അത് നമുക്കില്ല എന്നാണെങ്കിൽ ഈ ഖുർആനും ഒരു കഴുതന്റെ പുറത്ത് കുറെ ഭാരം കെട്ടി വെക്കുന്നതും ഒരുപോലെയാണ്. ഭാരമുണ്ട്, അത് പഠിക്കാനും ബുദ്ധിമുട്ടുന്നുണ്ട്, പക്ഷെ പ്രയോജനമില്ല. പ്രയോജനം ഉണ്ടാവണമെങ്കിൽ തെക്കുവ വേണം. അള്ളാഹു പറഞ്ഞത് അതേപോലെ അനുസരിക്കാനും വിരോധിച്ചത് അതേപടി ഒഴിവാക്കാനും നമുക്ക് പറ്റണം. അള്ളാഹുവിനെ ഓർക്കുമ്പോ ഒക്കെ തന്നെ ആ ഭയവും പ്രതീക്ഷയും സ്നേഹവും ഒക്കെ നമുക്കത് വരണം. അന്ത്യനാളിനെ കുറിച്ച് കേൾക്കുമ്പോ ആ ഭയവും എൻ്റെ അമലൊന്നും പോരാ, ഞാൻ ഇനി നന്നാവാനുണ്ട്, അപ്പൊ നമ്മൾ അതിലേക്ക് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ അള്ളാഹുവിന്റെ കണ്ണിൽ ഞാൻ ഇനി നന്നാവാണ്ട്, അതിനുവേണ്ടി അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ അത് തിരുത്തി മുന്നോട്ട് പോവാൻ നമുക്ക് പറ്റണം. അതിനുവേണ്ടി ആർക്കും വിട്ടുകൊടുക്കാനും ആരോടും സോറി പറയാനും ഓരോരുത്തരുമായിട്ടുള്ള ഡീലിങ് നമ്മൾ നന്നാക്കണം. അതിന് ഒരു മടിയും ഈ തെക്കുവന്റെ കാര്യം ചിന്തിക്കുന്ന നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കൽബും സലീമായിട്ട് പിന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അതേപടി സ്വീകരിക്കാനും അള്ളാഹു വിരോധിച്ചത് അതേപടി വിട്ടു നിൽക്കാനും, അങ്ങനെ നമ്മൾ അതിൽ പിന്നെ തിരുത്തി മുന്നോട്ട് പോകും. ഇതിൽ എന്തിനേറെ ചെടികളും മൃഗങ്ങളും പോലും അതിൽ പെടും, എല്ലാരോടും നല്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടോന്ന് അത്രയും തിരുത്തി എന്നാലേ നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതിനുവേണ്ടി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളാരും അവിടേക്ക് എത്തിയിട്ടില്ല, നമ്മളാരും അങ്ങനത്തെ മുത്തക്കി ആയിട്ടുമില്ല, നമ്മളെ മനസ്സൊന്നും അതിലേക്ക് എത്തിയിട്ടില്ല. അതിന് റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. പഠിച്ച റബ്ബാണത് തരേണ്ടത്. എന്റെ സമയം ഞാൻ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. അനാവശ്യമായിട്ടുള്ള സംസാരം, അനാവശ്യമായിട്ടുള്ള ചാറ്റുകൾ ഒക്കെ ആവശ്യത്തിനാവാം, പക്ഷെ അനാവശ്യമായിട്ട് നമ്മൾ ഫോണിൽ ഇതിനൊക്കെ സമയം വെറുതെ കളയുന്നുണ്ട്. എന്റെ സമയം വേസ്റ്റ് ആക്കാനുള്ളതല്ലാന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു, അതിന് മാറേണ്ടിയിരിക്കുന്നു. എനിക്കിന് സമയം കളയാനില്ല, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ മത്സരിക്കേണ്ടിയിരിക്കുന്നു, അള്ളാഹുവിന്റെ ഹുബ്ബ് നേടിയെടുക്കാൻ. അത് എവിടേക്കാണുള്ളത് എന്ന് പോയി തപ്പിപ്പിടിച്ച് അതില് തിരിച്ച് അതിലേക്ക് കൊണ്ടുവരുന്നതിന് ധൃതി കൂട്ടേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ബോധമുള്ളവരായിരിക്കുന്നത്. നമ്മുടെ മനസ്സ് എവിടെയോ വെച്ചിട്ട് അന്ത്യനാളിലേക്ക് പ്രിപ്പയർഡ് ആവാതെ, നമ്മൾ ശ്രദ്ധയില്ലാതെ ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ നമ്മളെ മുത്തക്കി എന്ന് പറയൂല. അപ്പൊ പിന്നെ ആരാണ് മുത്തക്കി? ഇനി വരുന്ന ആയത്തില് വരാൻ പോകുന്നത് ആദ്യത്തെ 5 ആയത്തുകളിൽ അല്ലെങ്കിൽ ഒരു 4 ആയത്തിലെങ്കിലും അതാണ് പറയാൻ പോണത്. അത് തെക്കുവ എന്ന ക്വാളിറ്റി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടി എന്താണോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതിനുവേണ്ടി നമ്മളെ മനസ്സിനെ നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് എന്താണെങ്കിലും അത് സ്വീകരിക്കണം. എന്നാലേ അടുത്ത ആയത്തിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമുള്ളൂ. മുത്തക്കി എന്ന് പറഞ്ഞാല് ഹിദായത്തുൽ ഇൽമും ഉണ്ട് അമലും ഉണ്ട്. തെക്കുവ എന്നതിന്റെ റൂട്ട് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് വാവ്, കാഫ്, യ. വിഖായ എന്ന വാക്കിൽ നിന്നാണ് തെക്കുവ ഉണ്ടായത്. ഈ വിഖായ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു പരിച ഉണ്ടാക്കുക, സ്വയം നമ്മുടെ ചുറ്റിലും ഒരു പരിച ഉണ്ടാക്കുക. ഈ തെക്കുവ എന്ന വാക്കിന്റെ സാങ്കേതികമായ അർത്ഥാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കോപത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാനാണ് തെക്കുവ എന്ന് പറഞ്ഞാല്. അള്ളാഹു കൽപ്പിച്ചത് ചെയ്തും വിരോധിച്ചതിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നിട്ടും അങ്ങനെ ബോധപൂർവമുള്ളൊരു ജീവിതം ജീവിക്കുക, അതാണ് തെക്കുവ. തെക്കുവ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്, വിഖായ. വിഖായ എന്ന വാക്കിൽ നിന്നാണ് ഈ തെക്കുവ ഉണ്ടായത്. അപ്പൊ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആർക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടോ അവര് മാത്രമാണ് ഈ പറഞ്ഞ ഹിദായത്തുൽ ഇൽമിന്റെ പിന്നാലെ പോകുള്ളൂ. ഏതൊക്കെ രീതിയിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടുമോ അതൊക്കെ തേടും.
എന്നിട്ട് ആ ഇൽമിനെ അമലിലേക്ക് കൊണ്ടുവരും. അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തവര് മാത്രമേ ഇതൊക്കെ ചെയ്യുള്ളൂ. സ്വയം സംരക്ഷിക്കണേനെ, അതായത് വിക്കായ ഈ തഖ്വയെ. നമ്മളോട് നമുക്ക് ഇതിലൊന്നും വലിയൊരു കാര്യമായിട്ട് നമ്മളെ മനസ്സിനെ നമ്മളിപ്പോഴും ഈ വിക്കായയിലേക്കും ഈ തഖ്വയിലേക്കും ഒന്നും നമ്മൾ എത്തിയിട്ടില്ല. നമ്മളോട് പലരും ഒരു അൺഹെൽത്തി ആയ ഫുഡ് കഴിക്കരുത് എന്ന്, നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണ ഈ അൺഹെൽത്തി ആയ ഫുഡുകളൊന്നും നല്ലതല്ല, അത് അസുഖം വരും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതൊന്നും കേൾക്കാറില്ല. നമുക്കതൊന്നും വലിയൊരു വിഷയമല്ല. നമുക്ക് ഫുഡ് കഴിക്കണം, അത് ആസ്വദിച്ച് കഴിക്കണം. പിന്നെണ്ടോ അള്ളാഹു തന്നൊരു ഗിഫ്റ്റ് ആണിത്, ഇത് നല്ലപോലെ തിരിച്ചു കൊടുക്കണം എന്നും നമുക്ക് വരെ തോന്നിയിട്ടില്ല. അള്ളാഹു തന്ന ഈ ജീവിതം നമ്മളിവിടെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തന്നൊരു ചാൻസ് ആണിത്. ഓരോ നിമിഷം, ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ നിമിഷവും ഈ ഒരു എക്സാം നല്ല രീതിയിൽ എഴുതി തിരിച്ചു പോകണം. അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടണം. ഈ ഇതുള്ള ചിന്തയൊന്നും സീരിയസ് ആയിട്ട് നമ്മൾ ആരും എടുത്തിട്ടില്ല. നമ്മുടെ ബോഡിന്റെ കാര്യത്തിൽ തന്നെ അല്ലാത്ത ഈ ഒരു സീരിയസ്നെസ് പിന്നെ നമുക്കെല്ലാൊരു നെവർ മൈൻഡ് ആണ്. അതിന്റെ മോശപ്പെട്ട റിസൾട്ട് നമ്മൾ ഈ കഴിക്കണ ഫുഡിന്റെ ഒക്കെ മോശപ്പെട്ട റിസൾട്ടുകൾ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് രോഗങ്ങളായിട്ടും നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടൊന്നും നമുക്ക് വരെ അത് നിർത്താൻ തോന്നിയിട്ടില്ല, നമ്മളവിടെ നിർത്തിയിട്ടുമില്ല. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതും വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഈ വിക്കായും ഈ തഖ്വയൊന്നും നമ്മളതിനെ പറ്റിയൊന്നും ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കണത് ഇതൊന്നും ഓർത്തിട്ടല്ല. നമ്മളെ ഐഹികമായ ദുനിയാവിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിലാണ് നമ്മളെ ടെൻഷന്. അല്ല നമുക്ക് തെക്കുവ, ഞാൻ തെക്കുവ നേടിയോ, ഞാൻ അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്താൻ മാത്രം ഞാൻ പ്രിപ്പയർഡ് ആണോ, അതിലൊന്നും നമുക്ക് ടെൻഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കണം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അതെന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം, ഓരോരുത്തർക്കും പലർക്കും പലതും ആയിരിക്കും. നമ്മൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ ഈ വിക്കായക്ക് ഒരിക്കലും നമ്മൾ ഇത് സീരിയസ് ആക്കിയിട്ടില്ല. എന്നാ ഇതൊക്കെ വെള്ളിയാഴ്ച സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട്, തീരല്ല എന്നല്ല ഒന്നും പറഞ്ഞൂടാ. ഇത് നമുക്ക് മെയിൻ ആയിട്ടില്ല. അള്ളാഹുവിന്റെ ശിക്ഷയെന്ന് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, അതിനോട് പണിയെടുക്കണം, അത് മെയിൻ ആയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളോട് തന്നെ ചോദിക്കണം, എന്താണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കണതെന്ന്, എന്തിനാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണതെന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തെക്കുവയാണ് അള്ളാഹു ഒരു കീ ആയിട്ട് തന്നൊക്കെയാണ്, അള്ളാഹുവിന്റെ ഈ അറിവിലേക്കുള്ള, അങ്ങനെ അറിവിൽ നിന്ന് അമലിലേക്കുള്ള, അത് രണ്ടും കൊണ്ട് വിജയത്തിലേക്കുള്ള, അങ്ങനെ നമ്മളെ ജീവിതം ഒരു മീനിങ് ഫുൾ ലൈഫായിട്ട് മാറണം. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് തിരിച്ചു പോകണം. നമ്മളെ ജീവിതം എന്നൊക്കെ ഒരു ലക്ഷ്യത്തോടെ, ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കണം. അതാണ് തെക്കുവ. നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൈഫിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കൊണ്ടിരിക്കുക. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസറാണ് തെക്കുവ. എല്ലാറ്റിലും ഒരു സൂക്ഷ്മത, ഒരു ചിന്ത, എല്ലാത്തിനെ കുറിച്ചും ചിന്തിക്കുക. ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് പോലും ചിന്തിക്കും. മറ്റുള്ളവരെന്ത് ചെയ്യണോ അത് ഞാനും ചെയ്യുന്നു, ഇത് തെക്കുവാന്ന് പറയില്ല. ഇങ്ങനെ ഉള്ളവരല്ല തെക്കുവുള്ളവര്. തൻ്റെ ലൈഫ് പരലോകത്ത് നരകശിക്ഷയിൽ സംരക്ഷിക്കപ്പെടണം എന്ന് സീരിയസ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഗ്രന്ഥം കൊണ്ട് പ്രയോജനം ലഭിക്കുള്ളൂ. അതാണ് ദാലിക്കൽ കിതാബ് ഹുദൽ മുത്തഖീൻ. പ്രിയമുള്ളവരെ, നമ്മളെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഖദർ എത്ര ഉണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹം എത്ര ഉണ്ട്. നമ്മൾ എന്തിനാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നത്, നമ്മൾ അള്ളാഹുവിനെ എന്തിനാണ് സ്നേഹിക്കുന്നത്, അള്ളാഹു നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മളെ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന് നമ്മളാദ്യം ശരിയാവണം. നമ്മളെ ജീവിതത്തിലേക്ക് ശരിയായ തെക്കുവ നമ്മൾ കൊണ്ടുവരണം. നമുക്ക് പറ്റുന്നത് എടുക്കുക, നമുക്ക് പറ്റാത്തത് ഒഴിവാക്കുക, ഇങ്ങനെ ആയിക്കൂടാ. തെക്കുവ എന്ന് പറയുന്നത് അതിനല്ല. ശരിയായ തെക്കുവ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, തെറ്റായതിൽ നിന്ന് ശരിക്കും പിന്നെ മാറി നിൽക്കുക. അപ്പോഴാണ് നമ്മളെ കണ്ട് നമ്മളെ മക്കള് നമ്മൾ പറയുന്നത് ഓൾക്ക് ശരിയാണെന്ന് മക്കൾക്ക് മനസ്സിലാവുക. അങ്ങനെ വരുമ്പോൾ നമ്മളെ ചുറ്റിലോലും ശരിയാകും. ഇതിനൊക്കെ എന്താണ് പോംവഴി എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. അങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനും എളുപ്പമാവും. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ തഖ്വ സൂക്ഷ്മത വരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് നമുക്ക് കൊടുക്കാനും എളുപ്പമാവും. അൽഹംദുലില്ലാഹ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ.
അപ്പോ അടുത്ത ആയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷന് നോക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ മൂന്നാമത്തെ ആയത്ത് ബാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ ആയത്തിന്റെ ഒരു ആയത്ത് എന്ന് പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലദീന യാതൊരുവര്, യുഅ്മിനൂന എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കും. യുഅ്മിനൂന എന്നുള്ളതിന്റെ റൂട്ട് ലെറ്റേഴ്സ് അലിഫ് മീം നൂൻ എന്നാണ്. ഈമാൻ എന്ന വാക്കിൽ നിന്നാണ് യുഅ്മിനൂന. അവർ വിശ്വസിക്കും. എന്തിനാണ് അവർ വിശ്വസിക്കുന്നത്? ബിൽ ഗൈബി, അദൃശ്യത്തിൽ. നമ്മൾ പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടുള്ള ആയത്തുകളൊക്കെ മുത്തക്കി എന്നതിന്റെ ഡെഫിനിഷൻ ആണെന്ന്. എന്തൊക്കെയാണ് ഒരു മുത്തക്കിക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ? അങ്ങനെയുള്ള ഒരായത്തിന്റെ തുടക്കമാണിത്. അടുത്തത് വയുഖീമൂന എന്ന് പറയുന്നതിന്റെ റൂട്ട് ലെറ്റർ ആണ് ഖാഫ് വാവ് മീം എന്നാണ്. അവർ നിലനിർത്തുകയും ചെയ്യും. എന്താണ് നിലനിർത്തുന്നത്? അസ്വലാത്ത്, നമസ്കാരം. സ്വാദ് ലാം വാവ്, ഇതാണ് എന്റെ റൂട്ട്. അപ്പൊ മുത്തക്കിന്റെ രണ്ട് ഗുണങ്ങളാണ് പറഞ്ഞത്. അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യും, നമസ്കാരം നിലനിർത്തുകയും ചെയ്യും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യും. റിസ്ക് ഇതാണ് അതിന്റെ റൂട്ട്. അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും. ഈ യുൻഫിഖൂൻ എന്ന് പറഞ്ഞാല് നൂന് ഫാ കാഫ്, ഇതാണ് അതിന്റെ റൂട്ടായിട്ട് വരുന്നത്. ഈ ആയത്തിൽ തന്നെ അള്ളാഹു 3 ക്വാളിറ്റീസ് ആണ് പറയുന്നത്. മുത്തക്കി എന്നുള്ളതിന്റെ 3 ക്വാളിറ്റി പറയാണ്. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാല് അതിന്റെ തെളിവ് എന്താണ്? ഇതിലൂടെ നോക്കുമ്പോൾ അള്ളാഹു 6 ക്വാളിറ്റീസ് ആണ് പറയുന്നത്. അതിൽ ആദ്യത്തെ 3 കാര്യങ്ങളാണ് അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, നമസ്കാരം നിലനിർത്തുകയും അവർക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യും. അതിന്റെ ബാക്കി 3 എണ്ണം അടുത്ത ആയത്തിലാണ് വരുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കിയതിലും വിശ്വസിക്കും, അവർക്ക് മുമ്പുള്ളതിലും അവർ വിശ്വസിക്കും, അവർ പരലോകത്തിൽ ദൃഢമായിട്ട് വിശ്വസിക്കുന്നവരുമാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും അല്ലേ? നമ്മളൊക്കെ മുത്തക്കി തന്നെ, ഇതൊക്കെ നമ്മളെ സ്വഭാവത്തിലുണ്ട്, അതൊക്കെ നമ്മളും ചെയ്യണം തന്നെയാണ്. അപ്പൊ നമ്മള് മുത്തക്കിയാണെന്നാണ് നമ്മളെ. ഇതൊന്നും പോരാ. ഇതിനെ കീറി മുറിച്ച് ഇതിന്റെ അകത്തേക്ക് പോകുമ്പോ അതത്ര എളുപ്പമല്ല കാര്യമല്ല. ഓരോന്ന് കേൾക്കുമ്പോഴും ഈ കൂട്ടത്തിൽ ഞാനുണ്ടോ, ഇതെനിക്കുണ്ടോ, ഇതിലേക്ക് എത്താൻ ഞാൻ എന്താ മാറ്റം വരുത്തേണ്ടത് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ അത് സാധ്യമാവുക. അതിനാദ്യം വേണ്ടത് അള്ളാഹുവിനോട് ചോദിക്കലാണ്. അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നമ്മളങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷെ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ്, നമ്മളങ്ങോട്ട് എത്തിയിട്ടില്ല. അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേ ഇരിക്കുക, നീ എന്നെ അങ്ങോട്ട് എത്തിച്ചതാ റബ്ബേ എന്ന് ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മൾ ചോദിക്കുക. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിലോ അൽഹംദുലില്ലാ, അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. ഇതല്ലാതെ അടുത്ത ആയത്തിലേക്ക് നമ്മൾ പോയിട്ടൊരു പ്രയോജനമല്ല. ഖുർആനിലേക്ക് പോയിട്ട് നമ്മൾ ഈ ഖുർആന്റെ അടുത്ത ആയത്തിലേക്ക് ഇതില്ലാതെ നമ്മൾ പോയിട്ട് ഒരു പ്രയോജനമല്ല. ഖുർആനിൽ നിന്ന് ഹിദായത്തുൽ അമലി, ഹിദായത്തുൽ തൗഫീഖ് കിട്ടണമെങ്കിൽ തഖ്വയുടെ ആളുകളാവണം. അതുകൊണ്ട് തന്നെ ഈ 6 കാര്യങ്ങളില്ലാതെ മുത്തക്കി ആവൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അള്ളാഹു കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെ? അള്ളാഹുവിനെ പരിചയപ്പെടുത്തി, അള്ളാഹുവിന്റെ റഹ്മ പരിചയപ്പെടുത്തി, അതിന്റെ കൂടെ തന്നെ മാലിക് യൗമിദ്ദീനാണെന്ന് പറഞ്ഞു, ക്വസ്റ്റ്യൻ ചെയ്യും, ജഡ്ജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിറച്ച് നിൽക്കണ നമ്മളടുത്ത് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞു, അള്ളാഹുവിനോട് സഹായം ചോദിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ വരെ അള്ളാഹുവിന്റെ സഹായം വേണമെന്ന് പഠിപ്പിച്ചു. നിങ്ങൾ ആരെപ്പോലെ ആവണം എന്ന് പറഞ്ഞു, നിങ്ങൾ ആരെപ്പോലെ ആവരുത് എന്ന് പഠിപ്പിച്ചു തന്നു. സുബ്ഹാനല്ലാഹ്. ഇതൊരു ദുആയിട്ട് നിങ്ങൾ എടുത്തോളി, ഇതിലൊരു സംശയമല്ല. നിങ്ങൾക്ക് 100% ഇത് സത്യമാണ്, നിങ്ങൾക്ക് ഇത് എടുക്കാം. പക്ഷെ ഇതുകൊണ്ട് പ്രയോജനം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മുത്തക്കിയാവണം. എന്നാ യാതൊരു ഭയവും വേണ്ട, ദുഃഖിക്കും വേണ്ട ആണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് എടുത്തിട്ടാണ് പോയാ മതി. ഈമാൻ എന്ന് പറഞ്ഞാല് വിശ്വാസം. ഇതേ വാക്കിൽ നിന്നാണ് അമൻ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഈമാനും അമനും ഒരേ റൂട്ടിൽ നിന്ന് വന്നതാണ്. അമൻ എന്ന് പറഞ്ഞാല് സേഫ്റ്റിയാണ്, ഒരു ഉറപ്പ്, ഭദ്രത, സുരക്ഷിതത്വം. അപ്പൊ ഈമാനും അമനും സെയിം റൂട്ടിൽ നിന്നാണ്. അപ്പൊ ഒരാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ
അവന് സേഫാണ്. അൽഹംദുലില്ലാ. ശരിക്കുള്ള ഈമാൻ ഉണ്ടെങ്കിൽ നരകത്തുനിന്നും സേഫാണ്. സുബ്ഹാനല്ലാഹ്. ഈ ലോകത്ത് മനസ്സിന് സമാധാനാണ്. ഈമാനുള്ള ആൾക്ക് യാതൊരു ടെൻഷന്റെ ആവശ്യമല്ല. അള്ളാഹു നോക്കിക്കോളും. എന്റെ കാര്യം എന്ത് പ്രശ്നം വന്നാലും അള്ളാഹുവിൽ വരവേൽപ്പിച്ച് അതിന് എന്ത് വേണം? ഈമാൻ വേണം. അപ്പൊ ഈ ഈമാൻ നമുക്ക് നമ്മളെ വിശ്വാസം, സുരക്ഷിതത്വം എന്ന അർത്ഥത്തിലൊക്കെ ഈമാനും അമനും, വിശ്വാസം, സേഫ്റ്റി രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. ഈമാൻ കൊണ്ടുവന്ന് തരും, അമൻ അത് നമുക്ക് സേഫ്റ്റി തരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അള്ളാഹു അവന്റെ തഖ്വയുള്ള, ഈമാനുള്ള, അമനുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ഖുർആനിന്റെ മാസമായ റമളാനിന്റെ അനുഗ്രഹീതമായ രാത്രിയിലാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകർക്കാകമാനം അനുഗ്രഹീതമായ ഈ വിശുദ്ധ ഖുർആന്റെ അവതരണം ഈ വിശുദ്ധ റമളാനിന്റെ ഒരു അനുഗ്രഹീതമായ രാത്രിയിലാണ്. ആ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ലഹുൽ മഹ്ഫൂലിൽ നിന്ന് ഒന്നാം ആകാശമായ ബൈത്തുൽ ഇസ്സയിലേക്ക് ഖുർആൻ അള്ളാഹു ഇറക്കുകയും അവിടെ നിന്ന് അല്പാൽപമായി 23 വർഷം കൊണ്ട് പ്രവാചകന് ഖുർആൻ അവതരിപ്പിക്കുകയും ചെയ്തത് ഈ അനുഗ്രഹീതമായ മാസത്തിലാണ്. ഈ മാസത്തിന്റെ ഒരു രാത്രിയിലാണ്. ഈ രാത്രിയുടെ പ്രത്യേകത അനുഗ്രഹീതവും മഹത്വമേറിയതും ആണ്. ഈ രാത്രിയെ കുറിച്ച് സൂറത്ത് ഖദറിലും സൂറത്ത് ദുഖാനിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ദുഖാനിൽ ഈ രാത്രിയെ ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാത്രി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹ്ർ എന്നാണ്. 1000 മാസത്തേക്കാൾ ഉത്തമമായ രാവ്, 1000 മാസത്തേക്കാൾ ഉത്തമമായത്. 1000 മാസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് പുണ്യത്തെക്കാൾ ഉത്തമമാണ് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. ഈ അനുഗ്രഹീതമായ രാത്രി റമളാനിലെ അവസാനത്തെ 10 ഒറ്റ രാവുകളിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മലക്കുകളുടെ സജീവ സാന്നിധ്യം ഈ രാത്രിയിൽ ഉണ്ടാകും. കൂടാതെ സയ്യിദുൽ മലായിക എന്നറിയപ്പെടുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമുഖത്തേക്ക് ഇറങ്ങി വരുന്നതും ഈ അനുഗ്രഹീത രാത്രിയിലാണ്. പ്രാർത്ഥിച്ചുകൊണ്ടും പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും സജീവമാക്കുന്ന ആളുകൾക്ക് മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരിക്കും. മലക്കുകളുടെ പ്രത്യേക സജീവ സാന്നിധ്യം, അതുപോലെ തന്നെ പിശാചിൽ നിന്ന് മുക്തമായ നിലക്കും ഈ രാത്രി പ്രഭാതം വരെ സമാധാനവും സുരക്ഷിതത്വമായിരിക്കും. ഈ രാവിലെ മറ്റൊരു പ്രത്യേകത, അള്ളാഹു വിധിച്ചിട്ടുള്ള സകല കാര്യങ്ങളും ഒരു വർഷത്തേക്ക് വ്യവസ്ഥാപിതമായി ക്രമീകരിച്ച് നിർണയിക്കുന്നുള്ളതാണ്. ഈ രാത്രിയിൽ എല്ലാ പുണ്യങ്ങളും വാരിക്കൂട്ടുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹീതരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവസാന 10 പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവെ, നിശ്ചയമായി നീ ഏറ്റവും പൊറുക്കുന്നവനാണ്, നീ പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്, അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. ഈ രാത്രിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ അത് അങ്ങനെയുള്ള ഈ ഒരു പകലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മള് അള്ളാഹുവിന്റെ ഏറ്റവും അനുഗ്രഹമായി ഈ പറയപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ ആ ഒരു സമയത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും നമ്മളാൽ കഴിയുന്ന എല്ലാവിധ ഇബാദത്തുകളിലും മുഴുകി ആ അള്ളാഹുവിന്റെ ലൈലത്തുൽ ഖദറിന്റെ പൂർണ്ണമായിട്ടുള്ള ഇത് കിട്ടുന്നതായിട്ട് കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ റബ്ബ് എല്ലാ നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മമായിട്ട് സ്വീകരിക്കട്ടെ. ഏറ്റവും അനുഗ്രഹീതമായ ദിവസത്തിലും സമയത്തിലും ഒക്കെയാണ് നമ്മൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പുണ്യം മുഴുവനായിട്ടും നേടിയെടുക്കാൻ സാധിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. റയ്യാൻ കവാടത്തിലെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അതുപോലെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു ഹസിബിന ഹിസാബൻ യസീറ, അള്ളാഹു നമ്മളെ അതിലേക്ക് എത്തിക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയവർക്കൊക്കെ അള്ളാഹു ഏറ്റവും നല്ല സ്വർഗവാതിൽ തുറന്നിടുകയും നരകവാതിൽ അടക്കപ്പെടുകയും ചെയ്യുന്ന ഈ മാസത്തിൽ അള്ളാഹുവിന്റെ ഈ മാസത്തിന്റെ ഫളല് കൊണ്ട് അള്ളാഹു നമ്മളെ മരണപ്പെട്ടവരുടെ ഒക്കെ ഖബറുടെ വിശാലമാക്കി കൊടുക്കട്ടെ. അത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കട്ടെ. നാളെ നമ്മൾ അവരുടെ കൂടെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്ത് എത്തിച്ച് അള്ളാഹുവിന്റെ
വജ്ഹ് കാണാൻ ഭാഗ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء والأموات يا مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.